Hi dears, welcome to ACHUS DESIGN. നമ്മൾ ഇന്ന് റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽക്കി ത്രെഡാണ്, റെഡ് കളറിലെ സിൽക്കി ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഈ ഒരു സൈസിലെ ഷുഗർ ബീഡ്സ് വേണം. തീരെ സൈസ് ചെറുതാണ് കേട്ടോ, സ്മോൾ സൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലുള്ള ഷുഗർ ബീഡ്സും നമ്മുടെ ഈ ഒരു റെഡ് കളറിലെ സിൽക്കി ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു സൈസിലെ ഗോൾഡൻ കളറിലെ ബീഡ്സ് നമുക്ക് വേണം. അപ്പോൾ ആദ്യം അതൊന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഇനിയാണ് തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ഡോട്ട്സ് കൊടുത്ത ഭാഗത്തും നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ട് 2 ലെയറായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. മുകളിലൊരു ലെയർ, താഴെ ഒരു ലെയർ. അപ്പോൾ ഞാൻ എൻ്റെ പിക്ചറൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അകലത്തിൽ നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്തതും ഒരു 1.5 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബീഡ്സിൻ്റെ ചുറ്റിനും നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് റിങ്ങോട്ട് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റിലും നമ്മൾ ചെയ്യുമ്പോൾ 2 ടൈംസ് നമുക്കൊന്ന് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ത്രെഡ്സ് എടുത്തിട്ടുള്ളത് 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ആ ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഓരോ പെറ്റിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. താഴെയും മുകളിലും, അതായത് മുകളിലത്തെ ലെയറിലും നമുക്ക് റിങ്ങോട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഈ ഗോൾഡൻ കളറിലെ ബീഡ്സ് ഫിക്സ് ചെയ്തിട്ട് പിന്നെ റിങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് ലീഫും ഒക്കെ വരുന്നുണ്ട്. അത് മാത്രം നമുക്ക് ഡിഫറൻസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും. ബാക്കിയൊക്കെ നമ്മൾ റിങ്ങോട്ട് സെയിം കളറ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ നീഡിൽ നമ്പർ 7 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് റിങ്ങോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ താഴത്തെ ലെയർ ഭാഗത്താണ് കേട്ടോ. താഴത്തെ ലെയറിൽ നമുക്ക് ഒരു ഷുഗർ ബീഡ്സ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ, സ്മോൾ സൈസ്, ആ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് റൗണ്ട്സ് പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 16 ബീഡ്സ് എടുത്തിട്ടുണ്ട്. 16 ഷുഗർ ബീഡ്സ് ഇതുപോലെ നീഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ത്രെഡ് എടുത്ത ഭാഗത്ത് തന്നെ ഒന്ന് നീഡിലിറക്കുക. നമുക്കൊരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് പതുക്കെ നമുക്ക് കൈ വെച്ചിട്ട് നമുക്കൊന്ന് പിടിച്ചു കൊടുക്കുക. പിടിച്ചൊന്ന് റൗണ്ട് ഷേപ്പിലൊന്നാക്കി എടുത്തിട്ട് നമുക്കതിൻ്റെ ചുറ്റിനും നമുക്കൊന്ന് ലോക്കിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ലോക്കിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ബീഡ്സൊക്കെ വന്നേക്കുന്നത് താഴത്തെ ലെയറിലാണ്. ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഈ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ലീഫാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് റൗണ്ട്സ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പുള്ള ഭാഗത്ത് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്സ് ഉണ്ടാവും. ആ ഒരു ഭാഗത്താണ് നമുക്ക് ഈ റൗണ്ട്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുകളിലത്തെ ലെയറിൽ നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഒരു 20 ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നീഡിലൊന്ന് എടുക്കുക. നീഡിലെടുത്തിട്ട് പതുക്കെ ഒന്ന് അതിലേക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇടയ്ക്കൊന്ന് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ആ ഒരു ലീഫ് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി 2 സൈഡിലേക്കും കുറച്ച് തള്ളി ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുറച്ച് അകലത്തിലെടുത്തിട്ട് നമ്മുടെ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഒന്ന് തള്ളി ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും നമുക്കതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു നിക്ക് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് നമുക്കൊന്ന് നോക്കാം. താഴത്തെ ലെയറിൽ നമുക്ക് റൗണ്ട്സിൽ വന്നിട്ടുണ്ട്, മുകളിലത്തെ നമുക്ക് ലീഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് തന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിലേ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടത്തുള്ളേ. താങ്ക് യു.